മാസങ്ങൾ നീണ്ട മാരകമായ യുദ്ധങ്ങൾക്കും ഇരുപക്ഷവും തമ്മിൽ നടത്തിയ അതിശക്തമായ മിസൈൽ വർഷങ്ങൾക്കും പശ്ചിമേഷ്യയെ വിഴുങ്ങിയ പ്രാദേശിക സൈനിക വിന്യാസങ്ങൾക്കും ഒടുവിൽ ലോകത്തെ മുഴുവൻ അത്ഭുതപ്പെടുത്തുന്ന അതീവ നിർണായകമായ ഒരു നയതന്ത്ര വഴിത്തിരിവിലേക്ക് അമേരിക്കയും ഇറാനും അടുക്കുന്നതായാണ് ഏറ്റവും പുതിയ റിപ്പോർട്ടുകൾ സൂചിപ്പിക്കുന്നത്. ദശാബ്ദങ്ങളായി തുടരുന്ന കടുത്ത ശത്രുതയ്ക്കും നിലവിലെ യുദ്ധ സാഹചര്യങ്ങൾക്കും വിരാമമിട്ടുകൊണ്ട് ഇരു രാജ്യങ്ങളും തമ്മിൽ ഒരു ചരിത്രപരമായ സമാധാന കരാറിലേക്ക് എത്തുന്നതിനുള്ള സാധ്യതകളാണ് ഇപ്പോൾ ആഗോളതലത്തിൽ സജീവ ചർച്ചയായിരിക്കുന്നത്. ഈ വൻ നയതന്ത്ര നീക്കത്തിന് അടിവരയിട്ടുകൊണ്ട് US പ്രസിഡന്റ് ഡൊണാൾഡ് ട്രംപ് തന്നെയാണ് ആദ്യമായി പരസ്യ പ്രസ്താവനയുമായി രംഗത്തെത്തിയത്. അമേരിക്കയും ഇറാനും തമ്മിലുള്ള ഈ തന്ത്രപ്രധാനമായ ഉടമ്പടി വെറും ദിവസങ്ങൾക്കുള്ളിൽ തന്നെ ഒപ്പുവെക്കാൻ സാധിച്ചേക്കുമെന്നാണ് ട്രംപ് വ്യക്തമാക്കിയത്. സൈനികമായ പ്രത്യാക്രമണങ്ങളുടെ പാത വെടിഞ്ഞ് നയതന്ത്രത്തിന്റെ മേശയിലേക്ക് ഇരു രാജ്യങ്ങളും കളം മാറ്റി ചവിട്ടുന്നത് പശ്ചിമേഷ്യൻ യുദ്ധചരിത്രത്തിലെ തന്നെ ഏറ്റവും വലിയ വഴിത്തിരിവായി മാറാൻ പോവുകയാണ്. ഈ അതീവ സങ്കീർണവും രഹസ്യാത്മകവുമായ ചർച്ചകൾക്ക് പിന്നിൽ മധ്യസ്ഥനായി പ്രവർത്തിക്കുന്നത് ഗൾഫ് മേഖലയിലെ പ്രമുഖ നയതന്ത്ര ശക്തിയായ ഖത്തറാണ്. വാഷിംഗ്ടണും ടെഹ്റാനും തമ്മിലുള്ള കടുത്ത അഭിപ്രായ വ്യത്യാസങ്ങളെയും നയപരമായ ഭിന്നതകളെയും പരിഹരിക്കുന്നതിൽ ഖത്തർ ഒരു പ്രധാന പാലമായി വർത്തിക്കുന്നു. ദീർഘനാളുകളായി ഇരുപക്ഷവുമായി നല്ല നയതന്ത്ര ബന്ധം പുലർത്തുന്ന ഖത്തറിന്റെ ഈ നിർണായക ഇടപെടലാണ് യുദ്ധഭീതിയിൽ നിന്നിരുന്ന പശ്ചിമേഷ്യയിൽ സമാധാനത്തിന്റെ ഒരു പുതിയ പ്രതീക്ഷ നൽകിയിരിക്കുന്നത്. അന്താരാഷ്ട്ര പ്രതിരോധ വൃത്തങ്ങളിൽ നിന്നും പുറത്തുവരുന്ന വിവരങ്ങൾ പ്രകാരം ഇരു രാജ്യങ്ങളും തമ്മിൽ മുൻപ് നിലനിന്നിരുന്ന വലിയ തർക്ക വിഷയങ്ങളിൽ പലതിലും ഇപ്പോൾ കാര്യമായ ധാരണയായിട്ടുണ്ട്. പ്രധാനപ്പെട്ട പല തർക്കങ്ങളും പരിഹരിക്കപ്പെടുകയും ചർച്ചകളിലെ വലിയ വ്യത്യാസങ്ങൾ ഇല്ലാതാവുകയും ചെയ്തിട്ടുണ്ടെന്നാണ് സൂചന. എങ്കിലും അതീവ ജാഗ്രതയോടെയാണ് ഇറാൻ ഈ നീക്കങ്ങളെ വീക്ഷിക്കുന്നത്. ചർച്ചകൾ പുരോഗമിക്കുന്നുണ്ടെങ്കിലും ഔദ്യോഗികമായി ഒരു അന്തിമ തീരുമാനം കൈക്കൊണ്ടില്ല എന്നാണ് ഇറാന്റെ ഔദ്യോഗിക വക്താക്കൾ വ്യക്തമാക്കുന്നത്. ഈ ചരിത്രപരമായ ചർച്ചകളുടെ കേന്ദ്ര ബിന്ദു എന്ന് പറയുന്നത് ലോകത്തെ തന്നെ ഏറ്റവും തന്ത്രപ്രധാനമായ കടൽപാതകളിലൊന്നായ സ്ട്രീറ്റ് ഓഫ് ഹോർമുസ് ആണ്. ആഗോള എണ്ണ വിപണിയുടെ സുരക്ഷിതത്വം ഉറപ്പാക്കുന്നതിനായി ഈ പാതയിലെ സൈനിക നിയന്ത്രണങ്ങൾ ഒഴിവാക്കുക എന്നത് അമേരിക്കയുടെ പ്രധാന ആവശ്യങ്ങളിൽ ഒന്നാണ്. ഇവിടുത്തെ സുരക്ഷയും കപ്പൽ ഗതാഗതവും പുനഃസ്ഥാപിക്കുന്നത് സംബന്ധിച്ച് ഇരുപക്ഷവും തമ്മിൽ കടുത്ത ചർച്ചകളാണ് നടക്കുന്നത്. ഇറാന്റെ ഭാഗത്തു നിന്നുള്ള ഏറ്റവും പ്രധാനപ്പെട്ട ആവശ്യം തങ്ങൾക്ക് മേൽ അമേരിക്ക വർഷങ്ങളായി അടിച്ചേൽപ്പിച്ചിട്ടുള്ള കടുത്ത സാമ്പത്തിക വാണിജ്യ ഉപരോധങ്ങളിൽ നിന്നുള്ള പൂർണ്ണമായ മോചനമാണ്. ഉപരോധങ്ങൾ ഇല്ലാതാകുന്നതോടെ തങ്ങളുടെ തകർന്നു കിടക്കുന്ന സാമ്പത്തിക അവസ്ഥയെ പുനരുജ്ജീവിപ്പിക്കാനും അന്താരാഷ്ട്ര എണ്ണ വിപണിയിലേക്ക് ശക്തമായി തിരിച്ചുവരാനും ഇറാന് സാധിക്കും. ഇതിന് പകരമായി തങ്ങളുടെ ആണവ പദ്ധതികളിൽ പാശ്ചാത്യ രാജ്യങ്ങൾ ആവശ്യപ്പെടുന്ന തരത്തിലുള്ള ചില നിയന്ത്രണങ്ങൾക്ക് ഇറാൻ വിധേയമായേക്കുമെന്നും റിപ്പോർട്ടുകൾ സൂചിപ്പിക്കുന്നു. ആണവ ചർച്ചകൾ തന്നെയാണ് ഈ കരാറിന്റെ വിജയപരാജയങ്ങളെ നിർണ്ണയിക്കുന്ന ഏറ്റവും സങ്കീർണമായ ഘടകം. ഇറാൻ ആണവായുധങ്ങൾ സ്വന്തമാക്കുന്നത് തടയുക എന്ന ലക്ഷ്യത്തോടെയാണ് അമേരിക്ക ഈ കരാറിനെ കാണുന്നത്. എന്നാൽ തങ്ങളുടെ ആണവ സാങ്കേതിക വിദ്യയുടെ പരമാധികാരം പൂർണ്ണമായി വിട്ടുകളയാൻ ഇറാൻ തയ്യാറാകില്ല. ഈ രണ്ട് കടുത്ത നിലപാടുകളെയും പരസ്പരം പൊരുത്തപ്പെടുത്തിക്കൊണ്ട് ഒരു മധ്യവർത്തി ഫോർമുല കണ്ടെത്താനാണ് ഖത്തറിന്റെ നേതൃത്വത്തിൽ നയതന്ത്രജ്ഞർ ശ്രമിച്ചുകൊണ്ടിരിക്കുന്നത്. അമേരിക്കൻ ആഭ്യന്തര രാഷ്ട്രീയത്തിലും ഈ നീക്കം വലിയ സ്വാധീനം ചെലുത്തുന്നുണ്ട്. വിദേശ യുദ്ധങ്ങളിൽ നിന്നും അമേരിക്കയെ പിന്തിരിപ്പിക്കുമെന്നും രാജ്യത്തിന്റെ പണം വിദേശങ്ങളിൽ ദൂർത്തടിക്കില്ലെന്നുമുള്ള തെരഞ്ഞെടുപ്പ് വാഗ്ദാനം പാലിക്കാൻ ട്രംപിന് ഈ കരാർ അത്യന്താപേക്ഷിതമാണ്. ഇറാനുമായി ഒരു പൂർണ്ണമായ യുദ്ധത്തിലേക്ക് കടക്കുന്നത് അമേരിക്കയുടെ സാമ്പത്തിക സ്ഥിതിയെ ദോഷകരമായി ബാധിക്കുമെന്ന ബിസിനസ് പശ്ചാത്തലമുള്ള ട്രംപിന് കൃത്യമായ ബോധ്യമുണ്ട്. അതിനാൽ തന്നെ സൈനിക വിജയത്തെക്കാൾ വലിയൊരു നയതന്ത്ര വിജയത്തിനാണ് ട്രംപ് ഇപ്പോൾ ശ്രമിക്കുന്നത്. ഇറാന്റെ ഭാഗത്തു നിന്നും പുതിയ രാഷ്ട്രീയ നേതൃത്വം ഈ ചർച്ചകളെ പോസിറ്റീവായിട്ടാണ് സമീപിക്കുന്നതെന്നാണ് അറിയാൻ സാധിക്കുന്നത്. അമേരിക്കയുമായി ഒരു അന്തസ്സുള്ള കരാറിൽ ഏർപ്പെടുന്നത് വഴി രാജ്യത്തെ ജനങ്ങളുടെ ദുരിതങ്ങൾക്ക് അറുതി വരുത്താൻ സാധിക്കുമെന്ന് അവർ കണക്കുകൂട്ടുന്നു. എന്നാൽ മുൻകാലങ്ങളിൽ അമേരിക്ക കരാറുകൾ ലംഘിച്ച ചരിത്രമുള്ളതുകൊണ്ട് തന്നെ ഇത്തവണ കൂടുതൽ കൃത്യമായ രാജ്യാന്തര ഉറപ്പുകൾ വേണമെന്ന ആവശ്യത്തിൽ ഇറാൻ ഉറച്ചു നിൽക്കുകയാണ്. ഈ സമാധാന ചർച്ചകളുടെ വാർത്ത പുറത്തു വന്നതോടെ ആഗോള ക്രൂഡ് ഓയിൽ വിപണിയിൽ വലിയ മാറ്റങ്ങളാണ് പ്രകടമാകുന്നത്. യുദ്ധം കാരണം ഉയർന്നു നിന്നിരുന്ന എണ്ണവില താൽക്കാലികമായി ശാന്തമാകാൻ ഇത് കാരണമായിട്ടുണ്ട്.
പശ്ചിമേഷ്യയിൽ സമാധാനം പുനഃസ്ഥാപിക്കപ്പെടുന്നത് ലോകമെമ്പാടുമുള്ള ഓഹരി വിപണികൾക്കും വലിയ തോതിലുള്ള ആശ്വാസമാണ് നൽകുന്നത്. ഒരു വൻ ആഗോള സാമ്പത്തിക മാന്ദ്യത്തിനുള്ള സാധ്യതയാണ് ഇതിലൂടെ ഒഴിവാക്കപ്പെടുന്നത്. എന്നാൽ ട്രംപിന്റെ ഈ പുതിയ നീക്കം അമേരിക്കയുടെ അടുത്ത സഖ്യകക്ഷിയായ ഇസ്രയേലിന് വലിയ ആശങ്കയാണ് ഉണ്ടാക്കുന്നത്. ഇറാനെ സൈനികമായി പൂർണ്ണമായും തകർക്കണമെന്ന് ആഗ്രഹിക്കുന്ന ഇസ്രയേൽ ഭരണകൂടം അമേരിക്ക ഇറാനുമായി ഒരു സമാധാന കരാറിലേക്ക് എത്തുന്നതിനെ കടുത്ത സംശയത്തോടെയാണ് വീക്ഷിക്കുന്നത്. ഈ കരാർ ഇറാന്റെ പ്രാദേശിക സ്വാധീനം വർദ്ധിപ്പിക്കാൻ മാത്രമേ സഹായിക്കൂ എന്ന് ഇസ്രയേൽ വാദിക്കുന്നുണ്ടെങ്കിലും തങ്ങളുടെ ആഭ്യന്തര താൽപര്യങ്ങൾക്കാണ് ട്രംപ് മുൻഗണന നൽകുന്നത്. പശ്ചിമേഷ്യയിലെ മറ്റ് അറബ് രാഷ്ട്രങ്ങളും ഈ നയതന്ത്ര ചർച്ചകളെ അതീവ താൽപര്യത്തോടെയാണ് നിരീക്ഷിക്കുന്നത്. സൗദി അറേബ്യ, UAE തുടങ്ങിയ രാജ്യങ്ങൾ മേഖലയിൽ സുസ്ഥിരമായ ഒരു സമാധാനം ഉണ്ടാകണമെന്ന് ആഗ്രഹിക്കുന്നുണ്ട്. ഖത്തറിന്റെ ഈ വലിയ നയതന്ത്ര വിജയം ഗൾഫ് കോർപ്പറേഷൻ കൗൺസിലിനുള്ളിൽ ഖത്തറിന്റെ രാഷ്ട്രീയ സ്വാധീനം വർദ്ധിപ്പിക്കുന്നതിനും കാരണമാകും. റിഫാത്ത് ജാവേദ് ഉൾപ്പെടെയുള്ള പ്രമുഖ അന്താരാഷ്ട്ര രാഷ്ട്രീയ നിരീക്ഷകരുടെ അഭിപ്രായത്തിൽ ഈ കരാർ ഒപ്പുവെക്കപ്പെടുകയാണെങ്കിൽ അത് ഈ നൂറ്റാണ്ടിലെ തന്നെ ഏറ്റവും വലിയ നയതന്ത്ര നേട്ടങ്ങളിൽ ഒന്നായി മാറും. അമേരിക്കയും ഇറാനും തമ്മിലുള്ള യുദ്ധം അവസാനിക്കുന്നത് മേഖലയിലെ മറ്റു സായുധ ഗ്രൂപ്പുകളുടെയും നീക്കങ്ങളെയും ശാന്തമാക്കാൻ സഹായിക്കും. ഇത് പശ്ചിമേഷ്യയിൽ ഒരു പുതിയ സമാധാന യുഗത്തിന് വഴി തുറന്നേക്കാം. എങ്കിലും കരാറിന്റെ അന്തിമ രൂപം പുറത്തു വരുന്നതുവരെ ഒന്നും പ്രവചിക്കാൻ കഴിയില്ലെന്ന നിലപാടിലാണ് ഒരു വിഭാഗം പ്രതിരോധ വിദഗ്ധർ. കഴിഞ്ഞ ഏതാനും മാസങ്ങളായി ഇരു രാജ്യങ്ങളും തമ്മിൽ നിലനിന്നിരുന്ന കടുത്ത അവിശ്വാസവും പ്രകോപനങ്ങളും പെട്ടെന്നൊടുങ്ങുക എളുപ്പമല്ല. നേരിയൊരു തടസ്സമോ അല്ലെങ്കിൽ അതിർത്തിയിലെ ചെറിയൊരു സൈനിക നീക്കമോ പോലും ഈ ചർച്ചകളെ പാതിവഴിയിൽ തകർക്കാൻ പോകുന്നവയാണ്. തോക്കുകളുടെയും മിസൈലുകളുടെയും ശബ്ദം മുഴങ്ങിയിരുന്ന പശ്ചിമേഷ്യൻ ആകാശത്ത് ഇപ്പോൾ നയതന്ത്രത്തിന്റെ പുതിയ ചർച്ചകളാണ് നടക്കുന്നത്. അമേരിക്കൻ ഭരണകൂടവും ഇറാന്റെ തന്ത്രപരമായ നേതൃത്വവും ഖത്തറിന്റെ മധ്യസ്ഥതയിൽ ചരിത്രപരമായ ഒരു കരാറിലേക്ക് എത്രത്തോളം വേഗത്തിൽ എത്തുമെന്ന് ലോകരാജ്യങ്ങൾ ഉറ്റുനോക്കുകയാണ്. യുദ്ധത്തിന്റെ നാശനഷ്ടങ്ങളിൽ നിന്നും സമാധാനത്തിന്റെ പുതിയ പാതയിലേക്ക് പശ്ചിമേഷ്യ വഴിമാറുമോ എന്നത് വരും ദിവസങ്ങളിലെ പ്രഖ്യാപനങ്ങളിൽ നിന്നും വ്യക്തമാകും.